ഗൈസ്, ഈ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം എഗെയിൻസ്റ്റ് പഞ്ചാബ് എഫ് സി. സീസണിലെ ആദ്യത്തെ മത്സരവും ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത് പഞ്ചാബിനെതിരെയാണ്. അതും ഹോമിൽ തോൽക്കേണ്ടി വന്നിരുന്നു സീസണിന്റെ ആദ്യത്തിൽ തന്നെ. എന്താണെങ്കിലും പുതിയ വർഷത്തിൽ പഞ്ചാബ് എഫ് സിയെ നേരിടാൻ പോകുമ്പോൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം 14 മത്സരങ്ങൾ കളിച്ചു, 14 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്താണെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്താണ് പഞ്ചാബ് ഉള്ളത്. ഇപ്പോൾ 2 സ്ഥാനം ആണ് മുകളിലുള്ളതെന്ന് പറയാമെങ്കിലും 2 മത്സരം അവർ കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. 4 പോയിന്റ്സിൻ്റെ ലീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഡിഫറൻസ് എന്ന് തന്നെ പറയാം. പിന്നെ പഞ്ചാബിൻ്റെ ഈ അടുത്തായിട്ടുള്ള മത്സരങ്ങൾ, എസ്പെഷ്യലി കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങൾ, എസ്പെഷ്യലി അവരുടെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളെയൊക്കെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു. അതാണ് തീർത്തും ഒരു സെറ്റ് ബാക്ക് സംഭവിക്കാനായിട്ട് കാരണമായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോഹൻ ബഗാനെതിരെയും ഒക്കെ തോറ്റിട്ടാണ് വരുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജും അല്ലെ പഞ്ചാബിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വരാൻ പോകുന്ന മത്സരത്തിൽ ഒരേ ഒരു വിദേശ താരത്തെ മാത്രമേ കളിപ്പിക്കാനാകൂ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു എവേ മത്സരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടഫായിട്ടുള്ള എവേ കളിച്ചിട്ടാണ് വരുന്നത്. കാരണം ജംഷഡ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനും ടഫ് എവേയാണ്. കാരണം അവിടുത്തെ ട്രാവൽ ചെയ്യാനും അവിടെ ചെന്ന് എത്തിപ്പെടാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടഫ് മത്സരം തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ടഫാണ് ഡൽഹി. കാരണം ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയാം. പ്രത്യേകിച്ച് നൈറ്റിൽ ഒക്കെ ഒരു വിൻ്റർ സമയമാണ്. എനിക്ക് തോന്നുന്നു 10 ഡിഗ്രിയിലൊക്കെ താഴെയാണ്. കേരളത്തിലെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയുണ്ട്. അപ്പം അതിൽ കോപ്പപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പഞ്ചാബ് എഫ് സിയുടെ അവൈലബിലിറ്റി പ്ലേയേഴ്സ് ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങൾ അവൈലബിൾ അല്ല. ഇപ്പം നമുക്കറിയാം ബക്കങ്ക ഓൾറെഡി ക്ലബ്ബ് വിട്ട് പോയി. അതുപോലെ തന്നെ ലൂക്കാ മേച്ചനും വിഡാലിനും കഴിഞ്ഞ മത്സരത്തിൽ യെല്ലോ കാർഡ് സസ്പെൻഷൻ ആയിപ്പോയി. അതുപോലെ നോവാസുലേച്ചും അതുപോലെ ഫിലിപ്പും ഒന്നും അവൈലബിൾ അല്ല. അപ്പം ആകപ്പാട് അസ്മിർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഒരു ടീമാണ്. അപ്പം ഒറ്റ വിദേശ താരത്തെ വെച്ച് കളിക്കുന്ന ഒരു ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടതെന്നുള്ളത് അറിയത്തില്ല. സോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്താണെങ്കിലും നമുക്ക് ഇനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു 5-2-3 ഫോർമേഷനിലായിരിക്കും കഴിഞ്ഞ മത്സരത്തിലെ പോലെ പഞ്ചാബ് എഫ് സി ഇറങ്ങുക. ഡിഫെൻസീവ്ലി കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ രവികുമാർ, സെൻട്രൽ ബാക്സിലേക്ക് വരുന്ന സമയത്ത് പരംവീർ, സുരേഷ് മീത്തെ, മെൽറോയ് എന്നീ 3 ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം. അതുപോലെ റൈറ്റ് ബാക്കിൽ ലിയോൺ ആൻഡ് ലെഫ്റ്റ് വിങ് ബാക്ക് എന്ന നിലയിൽ അഭിഷേക് മീത്തെ. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നിഖിൽ പ്രഭു ആൻഡ് റിക്കി ഷെബോങ്ങിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മുന്നേറ്റത്തിലെ 3 താരങ്ങൾ എന്ന നിലയിൽ അസ്മിർ, നിഹാൽ ആൻഡ് നിന്തോയ് എന്നീ താരങ്ങളെയുമാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 4-3-3 ഫോർമേഷനിൽ തന്നെ കളിക്കാനാണ്. ഒരു കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഹോമി തിരിച്ചെത്തും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം. ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ പറഞ്ഞ പോലെ ഹോമി ആൻഡ് മിലോസ്, റൈറ്റിൽ ഐബാൻ എത്തിയേക്കാമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ലെഫ്റ്റിൽ നവോച്ച, മിഡ്ഫീൽഡിൽ ഫ്രെഡി, ഡാനിഷ് ആൻഡ് ലൂണ, ആൻഡ് അറ്റാക്കിങ്ങിൽ നോവ ആൻഡ് കോറുസിങ്. ഒരു സെൻട്രൽ ഫോർവേഡ് എന്നതിൽ പെപ്ര തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും കളിക്കാനുള്ളൊരു സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പം ഒരു മത്സരത്തിലൊക്കെ ലൂണയൊക്കെ ഒന്ന് ബെഞ്ച് ചെയ്ത്, മറ്റൊന്നുമല്ല ഇപ്പം ലൂണ, ഫ്രെഡി അങ്ങനെ കുറേ താരങ്ങൾ തേർഡ് എല്ലോയിലൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പം ഒരുപാട് താരങ്ങൾക്ക് അടുപ്പിച്ച് സസ്പെൻഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബാധിക്കും. പിന്നെ ഈ ഒരു മാച്ച് അവർക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മിഡ്ഫീൽഡ് ചേഞ്ചൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഫ്രെഡിയെയും ഒഴിവാക്കാം. അങ്ങനെ അവിടെ വേണമെങ്കിൽ കൊയ്ഫ് അവൈലബിൾ ആണെങ്കിൽ കളിയാം. കൊയ്ഫിൻ്റെ കാര്യത്തിൽ ഇപ്പം ചില റൂമേഴ്സൊക്കെ വരുന്നുണ്ട്, എങ്കിലും ഞാൻ പറയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളൊരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിജയസാധ്യത തന്നെ ഉണ്ട്. അവരുടെ ഒരു ഈ പറഞ്ഞ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് മുതലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ ഒരു വിജയത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ ഉള്ള ടീമിനെ, ഇപ്പം പുരുഷോത്തമൻ ആണെങ്കിലും തോമസിനെ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറയാനൊരു റീസണും ആകും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.